64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് മുൻപിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെ ആകെ ബഹളമയമായിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നിശബ്ദനായിരുന്ന ചിത്രം വരയ്ക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാഷാണ്. മാഷ നമസ്കാരം. മാഷ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ പാലക്കാട് ജില്ലയിലെ ചിത്രകല അധ്യാപകനായിരുന്നു. 2010 ഗവൺമെൻറ് കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ 87 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ പരിപാടിയാണ്. അപ്പോൾ എനിക്കൊരു രസമായിരുന്നു. കുട്ടികളൊക്കെ എൻ്റെ കൂടെ ജില്ലയിൽ നിന്ന് ഇങ്ങനെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുപോയി അവരെ വേദിയിൽ കൊണ്ടുപോയാക്കും. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കാർ 87 മുതൽ. പിന്നെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ ഞാൻ എടുത്തു. ആ സ്കെച്ചുകൾ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കി അവിടെ കാണുന്ന കാഴ്ചകൾ, ഭാവങ്ങൾ, മനുഷ്യരൂപങ്ങൾ പകർത്തുക, അവിടെ കാണുന്ന കാഴ്ചകൾ പകർത്തുക. അത് 2-3 മിനിറ്റ് ഉണ്ട്. ഒരാളെ പോർട്രേറ്റ് വരയ്ക്കില്ല, ഈ പേന കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരച്ച് അതൊരു പുസ്തകമൊക്കെ കഴിയുമ്പോഴേക്കും പുസ്തകം എന്നറിയും. അങ്ങനെ 87 മുതൽ കുറേ പുസ്തകങ്ങൾ, കുറേയൊക്കെ ഇങ്ങനെ കടലാസൊക്കെ കേടും നശിച്ചിരുന്നാൽ കൂടി കുറേ സ്കെച്ചുകൾ, എൻ്റെ ഒരു 1500 സ്കെച്ചുകൾ തന്നെ എൻ്റെ കളക്ഷൻ ഉണ്ട്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു, ഈ വർഷം ഇവിടെ ഇപ്പോൾ ഈ 400 പേരുടെ പുസ്തകം പോകുമ്പോഴേക്കും നിറയും. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിനൊരു ഊർജ്ജം? എന്താണ് ശരിക്കും ഇത്ര നേരം ഇങ്ങനെ നിന്ന് ഓരോന്നൊക്കെ കണ്ട് നമ്മൾ വരയ്ക്കല്ലേ ചെയ്യാം? നമ്മൾ ഇതിന് ആത്മാർത്ഥതയും അതുപോലെ ഇതിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു താല്പര്യമാണ്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഇതൊരു താല്പര്യം കണ്ടെത്തി ഇതൊരു രസമായിട്ട് തോന്നി. സ്കെച്ചല്ല, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ അതിൻ്റെ മാറ്റി കയ്യുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സിമ്പിളായിട്ട്. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു പെയിൻറ്റിങ് ഗാലറി ഉണ്ട് വീട്ടിൽ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടമാനം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതുകൊണ്ട് കാണിച്ചു കൊടുക്കും. അവർക്ക് ഇതിൽ പ്രചോദനം ഉണ്ടാക്കുക. പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികൾ? ഒരു 180ഓളം കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ചയുള്ള ക്ലാസ്. അപ്പോൾ അവർക്ക് ഈ സംഭവം കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാക്കുക, അവർക്കൊരു ഊർജ്ജം ഉണ്ടാക്കുക, അവരുടെ മനസ്സിൽ വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ. എല്ലാ വേദികളിലേക്കും പോയി വരയ്ക്കാൻ പദ്ധതി ഉണ്ടോ? എല്ലാ വേദിയിലും പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പോകണം. ഇന്നും പിന്നെ നാളെ വരും. അങ്ങനെ ശനിയാഴ്ച വരെ, ഞായറാഴ്ച ക്ലാസ്. അപ്പോൾ ശനിയാഴ്ച വരെ ഇവിടെ ഉണ്ടാവും. ഓരോ വേദിയിലും പോകും. അവിടെ കാണുന്ന കാഴ്ചകളാണ് പ്രധാനപ്പെട്ട കലോത്സവം. ഒരുപാട് വേദികളിൽ ഇങ്ങനെ മാഷ് ഇങ്ങനെ വരയ്ക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം ഏതാണ്? വരയ്ക്കാൻ എളുപ്പം ഏതാ? ഞാൻ അവിടെ നിന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ തായമ്പക, ചെണ്ട തായമ്പകയുണ്ടല്ലോ, അതൊക്കെ എനിക്ക് കൂടുതൽ ആ ആക്ഷനെ കൂടുതൽ. പിന്നെന്ന് വെച്ചാൽ കൈ ഉറങ്ങുന്ന ആൾക്കാർ വായ തുറന്നുറങ്ങുക, കിടക്കുക, അതുപോലെ ആലസ്യമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അവർ കാണുന്ന കാഴ്ച, കാണുന്ന മുഖത്ത് കാണുന്ന ഭാവമാണ് ഞാൻ വരയ്ക്കുന്നത്. ഓരോ മനുഷ്യരും കസേരയിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങും. ഇപ്പോൾ ഇവിടെ പോയി ചെന്നപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ MSP ഗ്രൗണ്ട് ഒരാൾ ഇരുന്ന് പേപ്പർ വായിച്ച് ഉറങ്ങുന്ന 4 സീനാണ് എനിക്ക് കിട്ടിയത്. ഒരാൾ അങ്ങോട്ട് വായിക്കണു, അങ്ങനെ വായി തുറന്ന് പേപ്പർ താഴേക്ക് വെച്ചു, പിന്നെ മടിയിൽ വെച്ചു. അങ്ങനെ ഓരോ സീനുകൾ എനിക്ക് വരയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ്. കൊല്ലത്ത് പോയപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ. അങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അത് വരയ്ക്കുമ്പോൾ അവർ വിചാരം ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനുള്ള സംഭവത്തിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ ചീത്ത പറയും. അപ്പോൾ ഞാനീ സാധനം കാണിച്ചു കൊടുക്കും. വേറെ കുഴപ്പക്കാരൊന്നുമല്ല, ഇതൊരു വെറുതെ സ്കെച്ചാണ്, രസമാണ് എന്ന് കാണിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇത് വരച്ചിട്ട് കൊടുക്കാറുണ്ടോ ആൾക്കാർക്ക്? ഞാൻ പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കെച്ച് എനിക്ക് ഇതിൻ്റെ ഗുണം ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും വല്ല ഈ ഇലിസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ അതൊന്നൊക്കെ സ്കെച്ചിൻ്റെ ഈ രൂപമൊക്കെ എടുത്ത് ഞാൻ അതിലേക്ക് ഏഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗുണം തന്നെയാണ്. പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ ചെയ്യുന്നവരെ മാറ്റുകൂട്ടുകയാണ്. നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിന് നമുക്ക് പല പല സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, കരുത്ത് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ അതൊരു ആത്മവിശ്വാസമാണ്. ഞാൻ ഇപ്പോൾ 17 റിട്ടയർ ചെയ്തതാണ്. ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ രസം. ആയിക്കോട്ടെ. ഒരുപാട് കലോത്സവ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും നല്ലൊരു കലോത്സവം ഏതായിരുന്നു ഒരു ഓർമ്മ പങ്കുവയ്ക്കാനാണെങ്കിൽ? തിരുവനന്തപുരത്ത് പോയിട്ട് പുത്തിരിക്കണ്ടം മൈതാനിയിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻറ്റ്, അവന് 2nd ഗ്രേഡ് കിട്ടി. അന്ന് പാലക്കാട് ജില്ലയിൽ ഈ പഞ്ചവാദ്യം ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അവർ 5 വേദിയിൽ വരയ്ക്കുമ്പോഴാണ് ആ പയ്യനെ ഒരു ആത്മസംതൃപ്തിയായി. കാരണം ചെറിയൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവനെ കൊണ്ടുപോയി അവനെ വളർത്തിയുണ്ടാക്കിയിട്ട് അവനെ ഈ പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് സ്റ്റേറ്റ് 2nd ഗ്രേഡ് ഇട്ട് പറഞ്ഞ് ഭയങ്കര അഭിമാനമായിരുന്നു. 98 തോന്നുന്നു. അത് അവർക്ക് വീട്ടുകാർക്ക് ഭയങ്കര അഭിമാനമായി, സ്കൂളിൽ അഭിമാനമായി. ഞാൻ കുറേ പേരെ സ്റ്റേറ്റിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ആ പുത്തിരിക്കണ്ടം മൈതാനിയിലത്തെ സംഭവം ഞാൻ മറക്കില്ല. കാരണം വെച്ചാൽ അവനെ കൊണ്ടു കിടക്കായിരുന്നു. അവന് സുഖമില്ലാണ്ട് പോകുന്ന വയറുവേദന, അവനെ ഡോക്ടറെ അടുത്ത് പോയി അതൊന്നൊക്കെ തരണം ചെയ്തിട്ട് അവന് 2nd ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ ഭയങ്കര എന്തോ ഒരു മനസ്സിൽ സംതൃപ്തിയായിരുന്നു. ഈ നമ്മൾ ചെയ്യുന്ന വർക്കിനൊരു ഗുണം ഉണ്ടാവുക എന്ന് പറയില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പേജുകൾ ഇന്ന് വന്നിട്ട് മാത്രം വരച്ചാണ്? അതെ. ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ബൈക്ക് അവിടെ വെച്ചും അവിടെ നിന്ന് വരുമ്പോൾ ആ ഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ച വരയ്ക്കുക. പെട്ടെന്ന് ഞാൻ പോർട്രേറ്റ് വരയ്ക്കില്ല, കാണുന്നൊക്കെ പെട്ടെന്ന് പകർത്തുക. പിന്നെ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇതിലൊക്കെ പെയിൻ്റൊക്കെ വേണമെങ്കിൽ ചെയ്യും ഞാൻ. എന്തായാലും ഇതാണ് ഗോപി മാഷിൻ്റെ വിശേഷങ്ങൾ. കലോത്സവത്തിലെ പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് തൊട്ട് മുമ്പിൽ ഗോപി മാഷുണ്ട്. നമ്മളൊന്ന് കുറച്ചു നേരം നിന്നുകൊടുത്താൽ നമ്മളെ മാഷ് അടിപൊളിയായിട്ട് വരച്ചു തരും കേട്ടോ. അപ്പോൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യുവിനൊപ്പം GR വെങ്കടേശ്വരൻ ഇൻ റിപ്പോർട്ടർ, ഗോപി മാഷിനൊപ്പം ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.